കണ്ണൂരിൽ നിന്നും ശ്രീ പ്രേമരാജൻ. ഇപ്പോൾ നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എൻ്റെ കാറിൽ ഞാനും പ്രമീളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ദൃശ്യങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നു. ഇപ്പോൾ ഈ പണം കൊടുത്തതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീയും ശോഭാ സുരേന്ദ്രനെയുമായി നേരത്തെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഒരു കള്ളം കൂടി പൊളിയുകയാണ്. ഹലോ, പറഞ്ഞോളൂ. കിരണേ, പറഞ്ഞോളൂ. പിന്നെ ഒരു സംശയം നമ്മള് അറിയുന്നില്ല, ഇത് ഏത് ചാനലാണോ പുറത്തു വിടുന്നത്? ബസ്സില് കേട്ടില്ല. ഇത് ഏത് ചാനലാ ബസ് പുറത്തു വിടുന്നത്? ഇത് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ഏറെക്കുറെ ഒരേ സമയത്താണ്. ഇത് ദൃശ്യങ്ങൾ പകർത്തിയത് കോൺഗ്രസ്സുകാരാണ്. ആ ദൃശ്യം പകർത്തിയ പേര് ഞാൻ പറഞ്ഞ അയാളുടെ ബൈറ്റും ഒക്കെ വരുന്നുണ്ട്. അവര് ഏറെക്കുറെ ചാനലുകൾക്കെല്ലാം കോൺഗ്രസ്സുകാർ പകർത്തിയ ദൃശ്യങ്ങൾ അവർ എല്ലാ ചാനലുകൾക്കും ഒരേപോലെയാണ് നല്ലത്. അതായത് ഒരു സംശയമാണ്, ഇപ്പം സ്ത്രീയും പ്രായമുള്ള സ്ത്രീയും പിടിച്ചിട്ട് പോകുന്നത് വീഡിയോ എടുക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന ലേഡീന്റെ ഫോട്ടോ കൊടുക്കുന്നത്, അത് എന്തുകൊണ്ട് അത് വീഡിയോ ആക്കിയില്ല? ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നത്. പറയാം പ്രേമരാജൻ, വളരെ കൃത്യമായി പറയാം. ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ താണ്ട കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പുറത്തു വന്ന് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് താങ്കൾ കാണാമല്ലോ ദൃശ്യത്തിന്റെ ഇടത് ഭാഗത്ത്. അവരോട് എന്തോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ട് അകത്തേക്കായിരുന്നല്ലോ. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ആ സ്ത്രീയുടെ നമുക്ക് കിട്ടിയത്. ആ ദൃശ്യങ്ങൾ വന്ന ഭാഗം കൃത്യമായി സ്ക്രീൻഷോട്ട് എടുത്ത് ആ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ചില അവർ ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ പ്രമീള അവിടെ നിൽപ്പുണ്ട്, ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽപ്പുണ്ട്, മൂന്നാമത് ഒരു സ്ത്രീ കൂടി ആ കാറിൽ ഉണ്ടായിരുന്നു. അതെ, ആ പിടിക്കുന്ന വീഡിയോക്കാരൻ എന്തുകൊണ്ട് അടുത്ത് വീഡിയോ എടുത്തു? അവരെ കാർ അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ വിശദമായ വിവരങ്ങൾ കിട്ടുന്നില്ലല്ലോ. അവർ ഈ കാറിൽ നിന്നല്ലേ വീഡിയോ എടുക്കുന്നത്? കാണിക്കുന്ന ഫോട്ടോ ഇപ്പം വീഡിയോ കാണിച്ച സ്ത്രീന്റെ മുഖം കാണിക്കുന്നില്ല. ശ്രീ പ്രേമരാജൻ, ഞാൻ പറഞ്ഞുകൂടി കേൾക്കൂ. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ആ കാറിൽ പുറയിലത്തെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവർ ആ കാറിൽ ഒരു മൊബൈലുമായി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതാണ്ട് ഈ സ്ത്രീയാണ്. ഇവരെ പെട്ടെന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ ഈ ഡോർ അടയ്ക്കുന്നു. ഡോർ അടച്ച ശേഷം അവരോട് എന്തോ പറഞ്ഞ ശേഷം ഡോർ അടയ്ക്കുന്നു. അത്രയും ഒരു ചെറിയ വിഷ്വൽ മാത്രമേ അവരുടേത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കാറിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ബോധ്യപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബോധ്യപ്പെട്ട് ഈ ഇറങ്ങുന്ന ചെറിയ സെക്കൻഡ് കാണിക്കുന്നത് അത്രേ ഉള്ളൂ, അത്രേ ദൃശ്യങ്ങളുള്ളൂ.